ശ്രീരാമനാമം ജപസാരസാഗരം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഏകശ്ലോകി രാമായണം. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. വാൽമീകിയുടെ പൂർവകഥ. കർണാമൃതം തവ നാമ മാഹാത്മ്യമോ വർണ്ണിപ്പതീനാർക്കുമാവതുമില്ലല്ലോ. ചിന്മയനായ നിന്നാമഹിമയ ബ്രഹ്മമുനിയാച മഞ്ഞിതോ ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമ്മലീയാതങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്രദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം. പുത്രരെയും വളരെ ജനിപ്പിച്ചിതോ നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ. എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടുമത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ ഗതാ സപ്ത മുനികൾ വരുന്നതോ കണ്ടു ഞാൻ. തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ പത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി. മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നെയും വിദ്രുതം നിർജ്ജനെ ഘോരാ മഹാമനെ. ദൃഷ്ട്യാ സസംഭ്രമമെന്നോടരുൾ ചെയ്തു തിഷ്ടതിഷ്ടത്വയ കർത്തവ്യമത്രകിം ദുഷ്ടമതേ പരമാർത്ഥം വരാകെന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവർകളോടിഷ്ടം മതീയം പറഞ്ഞേ നൃപാത്മജ. പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുത്രപ്രവീഡന്മാരായിരിക്കുന്നു. വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു. നിങ്ങളോടും ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ. ചൊന്നാർ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടു മന്ദസ്മിതം ചെയ്തതു സാദരം. എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം. നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ. നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടുമത്രൈവ ഞങ്ങൾ നിസ്സംശയം. ഇത്തമാകർന്നെ ഞാൻ വീണ്ടുപോയി ചെന്നു പുത്രധാരാദികളോടു ചോദ്യം ചെയ്തൻ. ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി. തൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു. സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോട് ചൊല്ലിനാർ. നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യർ ഭുജിക്കുമോ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചോരോതരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിനു താപേന ചെന്നു നമസ്കരിച്ചിടിനെ. നിത്യാതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതന്നന്തക്കരണവും ധനുശരാജ്യങ്ങളും തോരെ ഞാൻ ഭക്ത്യാ നമസ്കരിച്ചേൻ പാദസന്നിധവും. ദുർഗതി സാഗരെ മഗ്നനായി വീഴുവാൻ നിർഗമിച്ചിടുമെന്നെ കരുണാത്മന രക്ഷിച്ചു കൊള്ളേണമേ. ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം. പട്ടമിത്യുക്ത പതിതം പദാന്തികേ ദൃഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തു ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി സദൈവാസുതേ. സദ്യഫലം വരും സജ്ജന സംഗമാദിദ്വജ്ജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടോ ഒരുപദേശമെന്നാ നിനക്കതിനാലേ ഗതി വരും.
അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യാതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം വിജാധമനാമിവൻ ദിവ്യാജനത്താലുപേക്ഷ്യനെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടേഭിവ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന യുദ്ധമുക്ത രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലി തന്നാൻ നിത്യം മരാമരാത്യേവം ജപിക്കനേ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങളിങ്ങോട്ടോ വരുവോളവും പുനരിങ്ങനെ തന്നെ ജപിച്ചിരുന്നിടുന്നേ യുദ്ധമനുഗ്രഹം ദത്വ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥം ഗമിച്ചിടിനാർ നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ടെന്നുടൽ മൂടി ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹുവും താപസേന്ദ്രന്മാരും അന്നെഴുന്നെള്ളിനാർ ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടുന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേൻ ആശുനാഭൂതരായ വാൽമീക മധ്യതയിൽ നിന്നോ ജനിക്കയാൽ അമ്മുനീന്ദ്രന്മാരഭിധാനവും ചെയ്തൻ വാൽമീകി അമ്മുനി ശ്രേഷ്ഠൻ ഭവാൻ ബഹൂലാം ന്യായവേദിയായി ബ്രഹ്മജ്ഞനാകമേ എന്നാതരുൾ ചെയ്ത് എഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാനു സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന്നവകാശവും വന്നതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഭരിച്ചു കരുണാജലമിതേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായേനകം ത്രാണമിപോണ ത്രിദശാകുലപദേ സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം കാട്ടിത്തൊരുവൻ ഞാൻ പോന്നാലുമെന്ന് എന്നെഴുന്നള്ളിനാനന്ദികെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനായി മുനി ചിത്രകൂടാജല ഗംഗയോരന്തര ചിത്രമായോരുടജം തീർത്തുമാ മുനി തെക്കു വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷി വിമോഹനമായി രണ്ടു ചാലയും നിർമ്മിച്ച വീടേ ഇരിക്കെന്നരുൾ ചെയ്തു മന്മഥാതുല്യൻ ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാമരു വീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സാദരാമാനന്ദമോടു ഉൾക്കൊണ്ടുമേ വീടിനാൻ ദേവമുനിവര സേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ. ദശരഥ ചരമം. മന്ത്രിവരനം സുമന്ത്രരോമേറിയോരന്തശുജാജന്നയോധ്യഭുക്കീടിനാൻ വസ്ത്രേണ വക്ത്രവുമാച്ഛാദ്യ കണ്ണുനീരത്യത്യമിറ്റു വീണു തുടച്ചു മത്തേരും പുറത്തു ഭാഗത്തു നിർത്തിച്ചെന്നു ധീരതയോടു നൃപനെ വണങ്ങിനാൻ. ധാത്രീപദേ ജയ വീരമൗരേ ജയ ശാസ്ത്രമതേ ജയ ശൗര്യാംബുദേ ജയ കീർത്തിനിധേ ജയ സ്വാമിൻ ജയ ജയ മാർത്താണ്ഡഗോത്രജോത്തോത്തം സമേ ജയ. ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭൃത്യനോടാശു ചോദിച്ചു നൃഗോത്തമൻ സോദരനോടും ജനാകാത്മജയോടുമേതൊരു ദിക്കിലിരിക്കുന്ന രാഘവൻ. നിർലജ്ജനായ ദീപാഭിയാമെന്നോടു ചൊല്ലുവാനെന്തോന്നു ചൊല്ലിയതെന്നുടെ ലക്ഷ്മണൻ എന്തോ പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകി ദേവിയം. ആ രാമ ഗുണവാരിധേ ലക്ഷ്മണ വാരിജാലോചനെ ബാലേ മിഥിലജേ ദുഃഖം മുഴുത്തു മരിപ്പാൻ കിടക്കുന്ന ദുഷ്കൃതിയാമെന്നരീകത്തിരിപ്പാനും മക്കളെയും കണ്ടെനിക്കു മരിപ്പാനും ഇക്കാലുമില്ലാതെ വന്നു സുഹൃതവും. യുദ്ധം പറഞ്ഞു കേടുന്ന നൃപോത്തമാനുടുത്താവാമോടുര ചെയ്തു സുമന്ത്രരും ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ നേരിടേറ്റിക്കൊണ്ടുപോയെന്തവജ്ഞയ ശൃംഗിവേരാഖ്യ പുരസവിധെ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരെ കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടതോ തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിരു. പിന്നെ രഘുത്തമാനോടു ചൊല്ലിനാനെന്നെ നിരൂപിച്ചു ദുഃഖിയായി ആരുമേ ചൊല്ലേണമെന്നുടെ ദാതനോടും ബലാലുള്ള ഉള്ളത്തിൽ
അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം സൗഖ്യമയോധ്യയിലേറ്റു വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും വരോ വഴിയായി വരും മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും പിന്നെയും പിന്നെയും ജോൽക പിതാവതി കിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം ജാനകീയം തൊഴുതെന്നോടു ചൊല്ലിനാൻ ആനന പത്മവും താഴ്ത്തി മന്ദം മന്ദം അശ്രുകണങ്ങളും വാത്തു സദ്ഗദ്ഗതം ശശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം തോണി കരേറി ഗുഹനോട് കൂടവേ പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ 4-5 നാഴിക എന്നവാറെ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനൻ തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൻ ദത്തമല്ലോ പണ്ടേ വരദ്വയം ഇഷ്ടയായൊരു കൈകേയിക്കു രാജ്യമോ ദുഷ്ടനായി നൽകിനാൻ പോരായിരുന്നിതോ മൽപുത്രനെ കാനനാന്തേ കളവതീനിപ്പാമ്പി എന്തോ പിടച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ജൈവദീനെന്തോ ഒരു കാരണം ഭൂപതി കൗസല്യ ചെന്നൊരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ ഉണ്ണീലൊരു കൊള്ളി വെക്കുന്നതു പോലെ പുണ്യമില്ലാതെ മം ഖേദിപ്പയായി നീ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെന്നു കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ പ്രാണപ്രയാണമടുത്തു തബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ സാക്ഷാൽ തപസ്തികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രൗ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായ വാഹിനി തീരെ വനാന്തരെ മാനസമോഹേന നിൽക്കുന്ന നേരമൊരു മുനി ദാസേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തോ പുറപ്പെട്ടു കുംഭവും കൊണ്ട് നീർകോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോട് മുക്കും വിധവും കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ട് കുംഭി തുമ്പിക്കയിലംബോഗതാമിതി ചിന്തിച്ചുടൻ നാദഭേദിനം സായകം സന്ധായ ചാപേ ദൃഢമയ ചിടിനേൻ ആഹാഹദോസ്മ്യഹം ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തില്ല കേനവാഹന്തഹദോഹം വിധേ വൃഥ വാർത്തിരിക്കുന്നിതോ മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്ക് ദാഹിക്കയാൽ ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ താപസ ബാലകൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നാൻ മുനി സുതനോടു ഞാൻ സ്വാമിൻ ദശരഥനായ രാജാവു തൻ മാമാവരാധീനം രക്ഷിക്ക വേണമേ ഞാനറിയാതെ മൃദയാ വിവശനായാന തണ്ണീർ കുടിക്കും നാദമെന്നോർത്തു ബാണമെയ്താനതിപാപിയായൊരു ഞാൻ പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണിടുമെന്നോട് ഖേദം കലർന്നു ചൊന്നാൻ മുനി ബാലകൻ കർമ്മമത്രേ തടുക്കാവതല്ലാർക്കുമേ ബ്രഹ്മഹത്യാ പാപമുണ്ടാകയില്ലതെ വൈശ്യനത്രേ ഞാൻ മമാപിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീ ഏതുമേ വൈകാതെ വാർദ്ധക്യമേറിഞ്ഞരാനരയും പുണ്ട് നേത്രവും കാണാതെ വാത്തിരുന്നിടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചെല്ലുവാൻ ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്കാം സത്യമെന്നാൽ അവർ നിന്നെയും രക്ഷിക്കും എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതോ കേട്ടു ശല്യോദ്ധാരണം ചെയ്തു പിന്നെ സജലം ജലകലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്ന വീടേക്കതീ സംഭ്രമത്തോട് ഞാൻ ചെല്ലും ദശാന്തരെ വൃദ്ധതയോടു നേത്രങ്ങളും വേറുപെട്ട അർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചകോ വർദ്ധിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയോരു പുത്രനും ഇന്നു മറന്നു കളഞ്ഞിതോ മറ്റുള്ളൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിടുവാൻ ഭക്തിമാനേറ്റവും ഉന്നമെല്ലാം അതീരസ്തനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ മത്പാദവിന്യാസജധ്വനി കേൾക്കായി താൽപര്യമാറ്റം മതീയം ദദാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ എന്തു മൂലം മമാനന്ദന വേഗേന തണ്ണീർ തരിക
നീ സാദരം വിത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ചിതന്നേരം പുത്രനല്ലല്ല അയോധ്യാപതിയാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥൻ എന്നു പേർ രാത്രോ വനാന്തേ മൃഗയാ വിവശനായ ശാർദൂല മുഖ്യ മൃഗങ്ങളെയും കൊന്നു പാത്തിരുന്നെന്ന ഭീതിരെ മൃഗാശയ കുംഭത്തിൽ നീരകം ബുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അംഭസ് കൊള്ളുന്ന ശബ്ദമെന്നോക്കയാൽ അമ്പയച്ചേൻ അറിയാതെ അതും ബലാൽ പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ട് എത്രയും ഭീതനായി അത്രയും നീടിനൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതു മൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രേ മമ വന്നാതിദൂതവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പോക്കു പർണശാലാന്തേ വിശന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാനതു കേട്ടുടറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമെന്നിയേ മറ്റില്ല പാപിയായോരോ അടിയന്നവലംബനം ജന്തോ വിഷയ കൃപാവശന്മാരല്ലോ സന്തതം താപസ പുങ്കവന്മാർ നിങ്ങൾ യുദ്ധമാകർണ്യ കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ പുത്രനെ വിടെ കിടക്കുന്നിതു ഭവൻ തത്ര ഇവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ട് അവർ തമ്മേ എടുത്ത ദീനതയോടോ മകനുടൻ കാട്ടിനാൻ കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ തൊട്ടു തലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലപിച്ചു ഭിന്നതയോടവർ എന്നോട് ചൊല്ലിനാൻ നീ നല്ല ചിത ചമച്ചിടണം തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനേരം പുത്രേണ സാഗം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാൻ ശാപകാലം നമുക്കാഗതമായി ദൂതാപസവാക്യമസത്യമായും വരാ മന്നവനേവം പറഞ്ഞു വിലപിച്ചു പിന്നെയും കേണു തുടങ്ങിനാൻ ഹാ രാമപുത്ര ഹാ സീതേ ജനകജേ ഹാ രാമ ലക്ഷ്മണ ഗുണാംബുദേ നിങ്ങളോടും വിരിഞ്ഞൻ മരണം പുനരിങ്ങനെ വന്നതു കൈകേയി സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കോ സുരാലയം ഭരതാഗമനം ദുഃഖിച്ചു രാജനാരി ജനവും പുനരൊക്കെ വാവിട്ടോ കരഞ്ഞു തുടങ്ങിനാർ ഭക്ഷസി താടിച്ചു കേടുന്ന ഘോഷങ്ങൾ തക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രികളോടു മുഴറി സസംഭ്രമന്തപുരം ബുക്കരുളി അന്തപുരം ബുക്കരുളി ചെയ്തു തൈലമയ ദ്രോണി തന്നില കൂധര ബാലകൻ തന്നുടൻ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയ രാജ്യമകം ബുക്കു ചെല്ലുക മാതുലനായ യുധാദിത്യനോടിനി ഏതുമേ കാലം കളയാതയക്കണം ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ സത്വരം കേകയ രാജ്യമകം ബുക്കു നത്വായുധാദിത്യനോടു ചൊല്ലിയിടിനാൻ കേൾക്ക ധ്രുവേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യക്കയക്കെന്നു ദൂതവാക്യം കെട്ട നേരം നരാധിപൻ ബാലകന്മാരോട് പോകെന്നു ചൊല്ലിനാൻ കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനും അങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരി കുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബാധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകമ്പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണ വർജിതം തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചേടിനാരന്തികെ പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്തായ ഗാഠമാലിംഗ്യ മടിയിൽ വെച്ചുത്തമങ്കേ മുകർനാശു ചോദിച്ചിരു ഭദ്രമല്ലി മൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും ഭ്രാതൃജനങ്ങൾക്കും ഏതുമേ ദുഃഖമില്ലല്ലേ പറക നീ
ഇത്തരം കൈകേയി ചൊന്ന നേരത്ത് അതിനുത്തരമാശു ഭരതനും ചൊല്ലിനൻ ഖേദമുണ്ടച്ഛനെ കാണാൻ എനിക്കുള്ളിൽ താതനെ വീട് വസിക്കുന്ന മാതാവേ. മാതാവിനോടോ പിരിഞ്ഞോ രഹസ്യൻ താതനെ പണ്ടു കണ്ടേലൊരു നാളുമേ ഇപ്പോൾ ഭവതി താനെ വസിക്കുന്നതെന്നുൾപോവിലുമുണ്ട് താപവും ഭീതിയും. മൽപിതാവെങ്ങ് പിറകെന്നോട് എന്നതോ കേട്ടോ തൽപ്രിയ മാശോ കൈകേയും ചൊല്ലിനാണെൻ മകനെന്തു ദുഃഖിപ്പാനവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദി യാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ. പിതാവെന്നു കേട്ടോരോ ഭരതനും ക്ഷോണീതനെ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ. എത്രയും ഭരതവിലാപം. ആ താത ദുഃഖ സമുദ്രേ നിമജ്ജമാമേതോരു ദിക്കിനു പോയതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞങ്ങു പോയിക്കൊണ്ടോ പിതാവേ ഗുണനിധി. ഞങ്ങൾക്കും ആരുടെയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതോ നേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനീരും ആശ്വസിച്ചിടുക ദുഃഖേന കിം ഫലം. ഈശ്വര കൽപ്പിതമെല്ലാം അറിയുക നീ അഭ്യുദയം വരുത്തേടിന ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിയുക നീ മാതൃവാക്യ സമാകർണ്യ ഭരതനും. ഖേദ പരവശചേതസ ചോദിച്ചു ഏതാനും ഒന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ആ രാമ രാമ കുമാര സീതേ രാമ സീതേ ജനക സുതേതി പുനഃ ആതുരനായി വിലാപിച്ചു മരിച്ചിതു താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനിതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്ത് രാമനും സീതയും സൗമിത്രിയോ മരികത്തില്ല എന്നതു കേട്ടു കൈകേയും ചൊല്ലിനാൻ. മന്നവൻ രാമാനഭിഷേകമാരഭ്യ സന്നദ്ധനായതോ കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നോ പറഞ്ഞു അഭിഷേകം മുടക്കിനു. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മമ തന്നു തവ പിതാ. പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമാൻ വനത്തിനു പോകെന്നു മറ്റേതും. ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചൻ സത്യപരായണനായ നരപതി പൃഥ്വിതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിൽ നയച്ചിടിനാൻ. ജാനകി ദേവി പാതിവ്രത്യമാലംബ്യ ഭർത്താസമം ഗമിച്ചിടിനാൾ. ആശു സൗമിത്രിയും രാധാവിനോടുകൂടെ പോയാൻ. സാധനവരെ ദിനച്ചോ വിലാപിച്ചു ഖേദേന രാമ രാമേതി ദേവാലയം മുക്കാനറിയില്ലെന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയും അഹന്ത ശോകത്തിനെന്തോ ഒരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിരു പൂജനായി വഴുക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ. മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെ നാദി പൂണ്ടിടിനാൻ. കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരെ നിസ്ത്രവേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിൽ ഉദ്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനെ ഞാൻ ചെന്നു വന്യയിൽ വീണു വരിപ്പൻ അല്ലായെങ്കിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവാനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരി. ഘോരമായുള്ള കുംഭീപാക്വമാകിയ നാരകം തന്നിൽ വസിക്കാവിദൂലം. ഇത്തരം മാതരം ഭസിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർനീടിനാൻ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനു മനുജാതനും സീതയും ചീരാം ജഡധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താവേന മഗ്നയാക്കിടിനാ നിർണയം. രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ നാഥ
ഭവാൻ മമാനന്ദനായി വന്നു ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നോരൊരിക്കലും ഉൾക്കാമ്പിലോർത്താൻ വിധിബലമന്തുലം മിഥം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആകായികതു കൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ. രാജ്യാഭിഷേകം മുടക്കിനാൻ കൈകേയിയാകിയ മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണെ ഞാൻ അറിഞ്ഞത്രേയമെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമം പാപവും അമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാജ്ഞനം വസിഷ്ഠ മുനിയെയും ധർമ്മധാരങ്ങൾ അരുന്ധതി തന്നെയും ഖൽഗേന നിഗ്രഹിച്ചാലുള്ള ഭാവവുമൊക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശബാധങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൻ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. യുദ്ധം പറഞ്ഞു പുണർന്നു ഗാഠം ഉത്തമാങ്കെ മുഖർനാളതു കണ്ടവരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രിജനത്തോടു മുൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും.